നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി വി.എസ്. അനന്തു ചേരുകയാണ്. അനന്തു, പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. എങ്ങനെയാണ് മുന്നണി സ്ഥാനാർത്ഥികളുടെ കണക്കുകൂട്ടലുകൾ? എന്തൊക്കെയാണ് അവരുടെ പ്രതീക്ഷ? അനന്തു, കേൾക്കാമെങ്കിൽ ഇന്നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം. ഇന്നത്തോടെ പത്രിക പിൻവലിക്കാനുള്ള തീയതി അവസാനിക്കുകയാണ്. എങ്ങനെയാണ് ഓരോ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ എല്ലാം കണക്കുകൂട്ടലുകൾ? എങ്ങനെയാണ് അവരുടെ വിജയപ്രതീക്ഷ? ഏറ്റവും അവസാനത്തിലായി ഇന്ന് മത്സര ചിത്രം തികച്ചും തെളിയാൻ പോവുകയാണ്. ഈ ഒരു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ഇന്ന് 3 മണിയോടുകൂടി എല്ലാ സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കപ്പെടുന്നത് PV അൻവറിന്റെ കാര്യം തന്നെയാണ്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ, PV അൻവർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ എന്നതിലാണ് ഏറ്റവും അധികം ആകാംക്ഷ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അൻവർ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല. മറ്റ് 3 സ്ഥാനാർത്ഥികളും സജീവമായി മണ്ഡലത്തിൽ പ്രചരണം നടത്തിയിരുന്നപ്പോൾ PV അൻവർ പ്രചരണത്തിനായി ഇറങ്ങിയിരുന്നില്ല. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം, അതായത് 7-ാം തീയതിക്ക് ശേഷം താൻ ഇറങ്ങാം എന്നുള്ളൊരു കാര്യമായിരുന്നു അൻവർ പറഞ്ഞിരുന്നത്. അത് ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ 2 സെറ്റ് പത്രികകൾ അൻവർ സമർപ്പിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലും അതോടൊപ്പം തന്നെ സ്വതന്ത്രനായും. അതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പട്ടിക തള്ളിപ്പോയതും ഒരു ചെറിയ സംശയത്തിന് ഇടയാക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 3 മണിക്ക് മുൻപ് അൻവർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. കോൺഗ്രസുമായെല്ലാം ചർച്ചകൾ നടക്കുന്നുവെന്ന് അൻവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ചില സൂചനകളും നൽകിയിരുന്നു. അതുകൊണ്ട് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് 3 മണിക്ക് ശേഷം മാത്രമാണ് അറിയാൻ സാധിക്കുക. അൻവറിന്റെ ഫ്ലക്സ് ബോർഡുകളെല്ലാം ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പേരുണ്ടായിരുന്നു. എന്നാൽ അത് വിവാദങ്ങൾക്കിടയാക്കിയതിനു ശേഷം അത് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ ഫ്ലക്സുകളൊന്നും ഒരിടത്തേക്കും നീക്കിയിട്ടില്ല, നഗരത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 3 മണിക്ക് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം തികച്ചും മത്സരചിത്രം തെളിയുമ്പോൾ മാത്രമേ അൻവർ മത്സരിക്കുമോ എന്നുള്ളതിൽ ഒരു തീരുമാനമുണ്ടാകുകയുള്ളൂ. എന്തായാലും കോൺഗ്രസ് ഇതിനെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിലേക്കൊരു UDF-ലേക്കൊരു മടക്കമില്ല എന്ന് ഇന്നലെ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. PV അൻവറിന്റെ ആ ഒരു അധ്യായം അവസാനിച്ചു കഴിഞ്ഞു എന്ന് ഇന്നലെ K. സുധാകരനും VD സതീശനും അടക്കമുള്ള എല്ലാ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഒരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ LDF, UDF, BJP സ്ഥാനാർത്ഥികൾ രാവിലെ പര്യടനം ആരംഭിക്കുകയാണ്. വാർഡുകളിലും പഞ്ചായത്തുകളിലും ജനങ്ങളെ നേരിട്ട് കണ്ടുള്ള പര്യടനത്തിലേക്കാണ് പോകുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ M. സുരാജ് മുത്തേടം പഞ്ചായത്തിലാണ് ഇന്നിപ്പോൾ പ്രചരണം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൌക്കത്ത് ഇന്ന് എടത്തറ പഞ്ചായത്തിലാണ് പ്രചരണം ആരംഭിക്കുന്നത്. രാവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് BJPയുടെ ഭാഗത്തും BJPയുടെ മണ്ഡലം കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചിത്രം ഒരു പരിധിവരെ വ്യക്തമായി എന്ന് തന്നെ പറയാം. വി.എസ്. അനന്തുവാണ് വിവരങ്ങൾ നൽകിയത്.